ഇങ്ങനെ മനുഷ്യർ വ്യത്യസ്തരായിരിക്കും സ്വാഭാവികമായി. നമ്മളൊരിക്കലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ ഒരുമിപ്പിക്കുന്ന ഒരു ഏകകം എന്ത് എന്നുള്ളതിന് മതമാണ്. മൈത്രേയൻ ഇപ്പോൾ വിശാലമായ ഫ്രെയിമിൽ എന്ന് പറയാം. കാരണം മൈത്രേയൻ്റെ ഫിലോസഫി മൈത്രീയത എന്നുള്ളൊരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനിറ്റായ ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്ഷനാണുള്ളത്. അപ്പം അതിൽ ഈ ആശയം, ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ആശയമാണ്. ആ ആശയമാണ് ഏവരെയും ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഏക വസ്തു, അല്ലെങ്കിൽ ഒരു ഏക എലമെൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ, ഈ ഉമർ ഖയ്യാമിനെയും റൂമിയെയും ഒക്കെ വായിക്കുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു സാധനമായിരുന്നു. മനുഷ്യ സമൂഹം മുഴുവനും ഒരു മുന്തിരിക്കൊലയിലെ മുന്തിരിമണികൾ പോലെ സമാനരാണ് എന്നുള്ള ആ ഒരു ആശയം വരുന്ന പരാമർശങ്ങൾ. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നും, മുന്തിരിക്കൊലയിലെ മുന്തിരിമണികൾ ഒരുപോലെ അല്ലല്ലോ. വലുതുണ്ടാവും, ചെറുതുണ്ടാവും, കറുപ്പുണ്ടാവും, വെളുപ്പുണ്ടാവും. ഇതെന്താണ് ഈ മെറ്റഫർ മനസ്സിലാവുന്നില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പ്രത്യക്ഷത്തിൽ അവയൊക്കെ വിഭിന്നമാണെങ്കിലും ഏത് മുന്തിരി എടുത്ത് പിഴിഞ്ഞാലും അതിൻ്റെ ചാറിന് സെയിം ടേസ്റ്റാണ് എന്നുള്ളത്. ആ ചാറിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണ് മറ്റൊരു ഭാഷയിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മലബാറിലുള്ള ഒരു സൂഫി ആണ് ഉമർ ഖാദി. എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. ആ ഉമർ ഖാദി മലപ്പുറം താനൂരിലുള്ള ഒരു മുദരിസ് എന്ന് പറയും, മതാധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒരു തറവാടിയും ഒരു സാധാരണക്കാരനും തർക്കം കൂടുന്ന സമയത്ത് ഈ തറവാടി എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാനോട് പറഞ്ഞു, ഞാനൊക്കെ ഏത് തറവാട്ടുകാരനാണെന്ന് നിനക്കറിയോ? അപ്പം അന്നത്തെ ഫേസ്ബുക്ക് വാളിൽ എഴുതുന്നത് പോലെ ഉമർ ഖാദി മസ്ജിദിൻ്റെ ചുമരിൽ അറബിയിൽ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് എഴുതി വെച്ചു എന്നാണ്, അയാ ഫാഹിറം ബിൻ നസബി കൈഫത്ത ഫാഹുറോ. തറവാട് പറയുന്നവനെ നിനക്കിത് പറയാൻ എന്താ അർഹത? അസ്ലു കുമൂമിൻ കബലു തീയൻ വ നായറു വ ആശാരി മൂശാരി മണ്ണാനു പാണരു വ കുയ്ബാനു ഷദ്ദി നായാടി പാണരു. ഒരുപാട് കേരളത്തിലുള്ള ജാതി വർഗ്ഗങ്ങളുടെ പേര് പറയുകയാണ്. ഈ ജാതി വർഗത്തിലേക്കാണ് നമ്മളെല്ലാം ചേരുന്നത്. ഒക്കെ മനുഷ്യജാതിയാണ്. ആ മനുഷ്യജാതി എന്ന് പറയുമ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന സാധനം അതെന്താണെന്നുള്ളതാണ്. അത് മെറ്റബോളിക് ഫീച്ചേഴ്സ് ആണോ, കേവലം ഇൻ്റലക്ച്വൽ ഫീച്ചേഴ്സ് മാത്രമാണോ എന്നൊക്കെ ചോദിച്ചാലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിസ്ഥാന ഘടകം, ആ അടിസ്ഥാന ഘടകം റൂഹ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു തത്വത്തിലേക്ക് വരിക എന്നുള്ളതായിരിക്കും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ നല്ലതെന്നുള്ള ഒരു പോയിന്റിൽ മാത്രമാണ് എനിക്ക് നേരിയ വിയോജിപ്പുള്ളതൊന്ന്.